പുണ്യനബിയുടെ അടുക്കല് ഒരിക്കൽ ഒരു യാചകനായിരിക്കുന്ന ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, എനിക്ക് വല്ലതും തരണം, എനിക്ക് എന്തെങ്കിലും ഹദിയ നൽകണം എന്നാവശ്യപ്പെട്ടു. പുണ്യനബിയുടെ കയ്യിൽ ആ സമയത്ത് ഒന്നുമില്ല. വിധങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ എൻ്റെ പേര് പറഞ്ഞിട്ട് മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കോ, ഞാൻ കടം വീട്ടിക്കൊള്ളാം. നബിയുടെ വാക്ക് കേട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾ നബിയോട് പറഞ്ഞു, പരിശുദ്ധ റസൂലെ, എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്നത്? ആ മനുഷ്യന്റെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ്? അങ്ങയുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാന്, അങ്ങയുടെ പേര് പറഞ്ഞിട്ട് മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കോ എന്നാണ് നബി പറഞ്ഞത്. ഇങ്ങനെ ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമുണ്ട്? അല്ലാഹു തആല നമ്മയോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക എന്നല്ലേ. ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉമർ തങ്ങളുടെ ഈ സംസാരം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള നബിയുടെ മുഖത്ത് അത് പ്രകടമായി. അപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു സ്വഹാബി, അൻസാരി ആയിരിക്കുന്ന ഒരു യുവാവാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പുണ്യ നബിയെ, അങ്ങ് ഇഷ്ടം പോലെ കൊടുക്കുക, ഇഷ്ടം പോലെ അങ്ങ് കൊടുക്കുക, കൊടുക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല, ഒന്നും നഷ്ടപ്പെടില്ല. ഇത് പറഞ്ഞപ്പോ ഇത് പരിശുദ്ധ റസൂലിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാഠാണ്. അതാ സ്വഹാബി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായി. നബിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു എന്നാണ്. അപ്പോ ഉള്ളത് കൊടുക്കുക, ഇനി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കടം വാങ്ങിയിട്ടെങ്കിലും ഒരാളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ വാങ്ങിയിട്ട് കൊടുക്കുക തൽക്കാലം, പിന്നീട് ആ കടം നമ്മൾ വീട്ടുക. അതുപോലും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാണ് ഇതിലൂടെ പരിശുദ്ധ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.